എല്ലാവർക്കും സൗമ്യാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ വളരെയധികം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് മൈക്രോഗ്രീൻസ്. അപ്പോൾ നമ്മളെല്ലാവർക്കും മൈക്രോഗ്രീൻസിനെ പറ്റി ചെറിയൊരു ഐഡിയ കിട്ടിക്കാണും. അപ്പോൾ എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ മൈക്രോഗ്രീൻസിനെ പറ്റി ചെറുതായിട്ടൊന്ന് പറയാം. നമ്മുടെ വിത്തുകൾ മുളപ്പിച്ച് അതിൽ ആദ്യം വരുന്ന 2 ഇലകളെയാണ് മൈക്രോഗ്രീൻസ് വിഭാഗത്തിൽ പെടുത്തുന്നത്. ഇത് വളർത്തിയെടുക്കാൻ അധികം ദിവസം ഒന്നും വേണ്ട. ഒരു 10 to 15 ദിവസത്തിനുള്ളിൽ തന്നെ മൈക്രോഗ്രീൻസ് വളർത്തിയെടുക്കാൻ പറ്റും. വലുപ്പത്തിൽ തീരെ ചെറുതാണെങ്കിലും പോഷക ഗുണങ്ങൾ ഏറെയുള്ളതാണ് മൈക്രോഗ്രീൻസ്. മൈക്രോഗ്രീൻസ് വളർത്തിയെടുക്കാനായിട്ട് അധികം വെള്ളമോ വളമോ സമയമോ ഒന്നും ചെലവിടേണ്ട ആവശ്യമില്ല. ഏത് കാലാവസ്ഥയിൽ നമുക്ക് മൈക്രോഗ്രീൻസ് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിക്കാൻ പോകുന്നത് മണ്ണില്ലാതെ എങ്ങനെയാണ് നമുക്ക് മൈക്രോഗ്രീൻസ് വളർത്തിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൽ മണ്ണിന് പകരം നമ്മളിവിടെ ടിഷ്യൂ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു 2 to 3 ലെയർ ടിഷ്യൂ അതിലേക്ക് വെച്ച് കൊടുക്കുക. അതുപോലെ ഒരു 3 ലെയർ ടിഷ്യൂ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചെറുതായിട്ട് ആ ടിഷ്യൂ ഒന്ന് ചെറുതായിട്ടൊന്ന് നനയ്ക്കണം. നമ്മൾ സാധാരണ ചെടിയെല്ലാം വെക്കുമ്പോൾ നമ്മൾ മണ്ണൊന്ന് നനച്ച് കൊടുക്കുന്ന പോലെ ടിഷ്യൂ ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കണം. അപ്പോൾ അതിതുപോലെ ഒരു സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ വെള്ളം കൈകൊണ്ട് തളിച്ചോ നമുക്ക് നനച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ സാധാരണ എടുത്തിരിക്കുന്നത് നമ്മൾ ഭക്ഷണം കടയിൽ നിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിയിട്ട് കിട്ടുന്ന ആ ഒരു ബോക്സിലാണ് ഞാനിവിടെ വളർത്തി എടുക്കുന്നത് മൈക്രോഗ്രീൻസ്. ഇപ്പോൾ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ചെറുപയറാണ്. അപ്പോൾ ഇതൊരു 8 to 10 മണിക്കൂർ കുതിർത്തിയതാണ്. അപ്പോൾ ഇത് ആ ടിഷ്യൂലേക്ക് ഇതുപോലെ ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ തലേ ദിവസം രാത്രി വെള്ളത്തിൽ കുതിർത്തിയിട്ടതാണ്. ഒരു ഏകദേശം ഒരു 10 മണിക്കൂറായിട്ടുണ്ടാവും. അപ്പോൾ ഇത് ആ ടിഷ്യൂ പേപ്പറിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് തരം വിത്തുകൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് അതെല്ലാം ഇട്ട് കൊടുത്ത് അതും ചെറുതായി അതിൻ്റെ മേലെ ചെറുതായിട്ടൊന്ന് സ്പ്രേ ഒന്ന് നനച്ച് കൊടുക്കുക. എന്നിട്ട് ഈ കണ്ടെയ്നർ ഒന്ന് അടച്ച് വെക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് മുള വരുന്നവരെ ഡാർക്കായിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ടിഷ്യൂ പേപ്പർ അതിൻ്റെ മേലെ വെച്ചിട്ട് മൂടിയത്. കാരണം അത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു മൂടിയാണ്. അപ്പോൾ അത് കാരണം ഡാർക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് മൂടിയതാണ്. എന്നിട്ട് 2 നേരം ഒന്ന് നന്നായിട്ട് നനച്ച് കൊടുക്കണം. കാരണം കുറച്ച് ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ഈർപ്പം ഇതിന് മൈക്രോഗ്രീൻസ് വളരാൻ വേണ്ടിയിട്ട് അത്യാവശ്യമാണ്. ഇതിപ്പോൾ ആദ്യത്തെ ദിവസമാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നന്നായിട്ട് ഇതിൽ മുള വന്നിട്ടുണ്ട്. അപ്പോൾ ദിവസവും 2 നേരം ഇത് നനച്ച് കൊടുക്കണം. ഇപ്പോൾ ഞാനൊന്ന് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം എപ്പോഴും അതിൻ്റെ ഒരു ഈർപ്പം അതിൽ വേണം. എന്നാലാണ് മൈക്രോഗ്രീൻസ് പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുള്ളൂ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുറച്ച് ഒന്നും കൂടി നന്നായിട്ട് അതിൻ്റെ മുള വരുന്നവരെ നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഒരുവിധം നന്നായി മുള വന്നതിന് ശേഷം നമുക്കതൊരു ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് മൈക്രോഗ്രീൻസ് വളർത്തിയെടുക്കാം. ഇതിപ്പോൾ 2 ആഴ്ചയായതാണ്. ആദ്യത്തെ 2 ഇലകൾ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ മണ്ണില്ലാതെ തന്നെ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള മൈക്രോഗ്രീൻസ് നമുക്ക് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ കഴിയും. ഇനി നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാം. നമുക്ക് ചെറുതായിട്ട് കുറച്ച് തണ്ടോട് കൂടി തന്നെ ഇത് കട്ട് ചെയ്ത് സൂക്ഷിക്കാം. കുറച്ചധികം ദിവസം വെക്കാനാണെങ്കിൽ ഇതുപോലൊരു ചെറിയൊരു എയർ ടൈറ്റ് ബോക്സിൽ അടിയിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഈ കട്ട് ചെയ്ത മൈക്രോഗ്രീൻസ് അതിൽ വെച്ചിട്ട് നമുക്ക് എയർ ടൈറ്റായിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഈ മൈക്രോഗ്രീൻസ് വളർത്തിയെടുക്കാനായിട്ട് ഇതുപോലെ ചെറുപയർ മാത്രമല്ല നമുക്ക് മുതിര, കടല, ഉലുവ, കടുക്, പിന്നെ ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സ് അങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന തരം ഇലകളുള്ള വിത്തുകളെല്ലാം നമുക്ക് മൈക്രോഗ്രീൻസിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും മൈക്രോഗ്രീൻസ് അധികം പണം ചിലവില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് എത്ര ഈസി ആയിട്ട് വളർത്തിയെടുക്കാവുന്നത്. മൈക്രോഗ്രീൻസ് നമ്മൾ സാധാരണ ഇലക്കറികൾ പാകം ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്താവുന്നതാണ്. അതായത് പരിപ്പിട്ട് കറി വയ്ക്കുകയോ ഓംലെറ്റിൻ്റെ കൂടെ ഇത് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുകയോ തോരൻ പോലെ വെക്കുകയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സാധാരണ നമ്മൾ ഇലക്കറികളൊക്കെ എങ്ങനെയാണ് നമ്മൾ കുക്ക് ചെയ്യാറുള്ളതോ അതേപോലെ തന്നെ നമുക്ക് മൈക്രോഗ്രീൻസും ഉപയോഗിക്കാം.
ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ മൈക്രോഗ്രീൻസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ലൈക്ക് ചെയ്യണം, പിന്നെ പ്രത്യേകിച്ചും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.